രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തള്ളിയ ഒരാവശ്യം വി.ഡി. സതീശൻ ഉത്തരവിലൂടെ ആവശ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറും കണ്ടുകാണും രാകേഷിന്റെ ഈ ഒരു പ്രതികരണം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI അന്വേഷണ ആവശ്യം തള്ളിയതാണ്. കോടതിയുടെ മുകളിലല്ല വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി എന്നുകൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതിൽ എന്തേലും ലോജിക് ഉണ്ടോ? അതായത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI അന്വേഷണ ആവശ്യം തള്ളിയ കേസ് സർക്കാരിന് പിന്നെ CBIക്ക് വിടാൻ പറ്റില്ലേ? സർക്കാരിന് തീർച്ചയായിട്ടും CBIക്ക് വിടാൻ സാധിക്കും. നിയമപരമായി അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സർക്കാരാണ് തീരുമാനമെടുക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം അവർക്ക് അത് കൃത്യമായിട്ട് അന്വേഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ലോക്കൽ പോലീസാണ് അന്വേഷിച്ച്, അവിടുത്തെ ഒരു SHO ആണ് അന്വേഷിച്ചത്. വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയല്ല അവിടുത്തെ SHO. അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരാൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അത് പാർട്ടിയുടെ ഒരു വക്താവായിട്ട് അവിടെ റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അവർ രണ്ടുപേരെ അന്വേഷണം നമുക്ക് റിലേ ചെയ്യാൻ കഴിയില്ല. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ അവർക്ക് സാധിക്കത്തില്ല. വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ പക്ഷം ചേർന്ന് മാത്രം അവരന്വേഷിച്ചു രണ്ടുപേരും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇവിടെ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ ശേഷം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസാണ് ഈ നവീൻ ബാബുവിൻ്റേത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് CBIക്ക് നേരിട്ട് കേസെടുക്കാനുള്ള പൊതു അനുമതി റദ്ദാക്കിയിരുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ശുപാർശ ഈ കേസിൽ അനിവാര്യമാണ്. നവീൻ ബാബുവിന്റെ കുടുംബം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചാണ് കേസ് ഇപ്പോൾ CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി CBI ഈ കേസ് ഏറ്റെടുക്കുമോ? CBI കേസ് ഏറ്റെടുക്കുന്നതിന് നിയമപരമായൊരു തടസ്സമില്ല. പക്ഷേ ഒരു വികലമായ ഒരു അന്വേഷണമാണ് അവിടുത്തെ SHO ഈ കേസിൽ നടത്തിയത്. അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറും അതിനോട് യോജിച്ചു. അതൊരു പാർട്ടിയെ സൂചിപ്പിക്കാൻ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കേസ് ഡയറിയിൽ ഇതൊരു മർഡർ കേസിൽ ആണ് എന്ന് ധ്വനിപ്പിക്കുന്നതോ മർഡർ ആണ് സംഭവം നടന്നതെന്ന് ധ്വനിപ്പിക്കുന്ന ഒരു സംഗതി എഴുതി ചേർത്തിട്ടില്ല. കാരണം അതൊരു റീപോസ്റ്റ്മോർട്ടം ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അതിനുള്ള അവസരം കളഞ്ഞു. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അത് ധരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സംശയം ആരോപണം വരുമ്പോൾ അത് പ്രിസർവ് ചെയ്യണമെന്നും ഒരാഴ്ച പ്രിസർവെങ്കിലും ചെയ്യണമെന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് പറയാതിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആ കേസിൻ്റെ അകത്തുള്ള അന്വേഷണം അത് തീർച്ചയായിട്ടും ഒരു പക്ഷം ചേർന്നൊരു അന്വേഷണമാണ്. ആ നവീൻ ബാബു അവിടുന്ന് യാത്ര തിരിച്ച് 8:30 റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറുന്നതിന് മുമ്പ് അദ്ദേഹം കയറാതെ അവിടുന്ന് മാറി. ഒരു ഫോൺ കോൾ വന്നപ്പം മാറി. ആരാണ് ആ ഫോൺ വിളിച്ചത്? അത് വന്ന ശേഷമാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറയുന്നത്. പിന്നീട് അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് അദ്ദേഹം ഒഴിഞ്ഞുപോയ ക്വാർട്ടേഴ്സിനകത്ത് തന്നെ അദ്ദേഹം മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവിഡൻസാണ് അവിടുത്തെ SHOയും അവിടുത്തെ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരും നോക്കേണ്ടത്. പക്ഷേ അതിനകത്ത് അവർ മറന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ആ ASIയും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് രാഷ്ട്രീയ ചിന്തയൊന്നുമില്ല. ഒരാളുടെ മരണം സംഭവിച്ചു, ആ ബോഡി പരിശോധിക്കുന്നത് അവർ ആ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൻ്റെ അടിയിൽ ബ്ലഡ് കണ്ടു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് വേറെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതേപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ സൂപ്പർവൈസ് ചെയ്താലും കമൻറ്റ് ചെയ്തിട്ടില്ല. അവർ ഇങ്ങനെയുള്ള കേസുകൾ അധികം അന്വേഷിക്കാത്ത വ്യക്തികളാണ്. അവർക്കൊരു എക്സ്പീരിയൻസ് കുറവാണ്. എന്തുകൊണ്ടാണ് ആ കേസ് അന്ന് ക്രൈംബ്രാഞ്ചിലെ ഒരു വെറ്ററൻ DYSPയെ ഒരു വെറ്ററൻ ഇൻവെസ്റ്റിഗേഷൻ അറിയാവുന്ന ഒരു SPയെ ഏൽപ്പിച്ചില്ല? അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ആ ലോക്കൽ പോലീസിൻ്റെ അവിടുത്തെ SPയുടെ ഭാഗത്തും അന്നത്തെ DGPയുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ഇത്ര വലിയൊരു ADMൻ്റെ ഒരു മരണത്തെ സംബന്ധിച്ച് വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുകയും അദ്ദേഹം അവിടുന്ന് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് അവിടുന്ന് യാത്ര തിരിച്ച് അവിടുത്തെ സെൻഡ് ഓഫ് പാർട്ടി അറ്റൻഡ് ചെയ്ത് അതിനുശേഷം
ട്രെയിനിൽ വന്ന് കയറി റിസർവ് ചെയ്ത കമ്പാർട്ട്മെൻറ്റിൽ ആ സീറ്റിൽ കയറി ഇരുന്ന് വീട്ടിൽ ഇറങ്ങേണ്ട വ്യക്തിയാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അവിടെ ഇറങ്ങി ഒരു ഫോൺ കോളിൻ്റെ വിളി വന്നപ്പോഴാണ് ഇറങ്ങിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വളരെ അജ്ഞാതമാണ്. പിന്നീടുള്ള കാര്യത്തെപ്പറ്റി പോലീസൊന്നും പറയുന്നില്ല. അതൊരു സിസ്റ്റമാറ്റിക് സസ്റ്റൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അകത്ത് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്. അതൊരു ക്ലിയർ മർഡർ തന്നെയാണ്. സാറേ, ഇവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, പല കേസുകളിലും മുൻപ് സാർ CBI വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നയാളാണ്. ഇനി ഈ കേസിൽ CBI വന്നാൽ ഗുണമുണ്ടോ? തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ലേ? തെളിവുകളെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് ഇനിയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തെളിവ് നശിപ്പിച്ചത് ആരാണ്? ആ പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, ആ വ്യക്തിയെ കൂടെ പ്രതി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലേ ആ ഗ്യാപ്പ് നമുക്ക് അടയ്ക്കാൻ ഒക്കുള്ളൂ. അതിനകത്തൊന്നും ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ തെളിവ് നശിപ്പിച്ചു? എന്തുകൊണ്ടൊരു പോലീസ് ആ തെളിവിനെ പിന്തുടർന്ന് പോയില്ല? ഇവിടെ അദ്ദേഹത്തിൻ്റെ ജഡ്ഡിയിലുള്ള ബ്ലഡ് കണ്ടിട്ട് അത് സത്യസന്ധമായിട്ട് എഴുതി ആ ഒരു ASA ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ വന്നു ആ ബ്ലഡ്? അത് കണ്ടെത്തണ്ടേ? അത് വന്നിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി വലിയ ഗ്രാഹ്യം ആ രണ്ട് ഉദ്യോഗസ്ഥന്മാരും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതെല്ലാം ഹൈക്കോടതി പറഞ്ഞെങ്കിൽ മാത്രമേ ഹൈക്കോടതിക്ക് അത് മനസ്സിലാക്കുകയുള്ളൂ. ആ കേസ് ഡയറി അനുസരിച്ച് വികലമായ അന്വേഷണം നടത്തിക്കൊണ്ട് ആ കേസ് ഡയറിക്കുള്ളിൽ കോടതിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യവുമില്ല. അതേസമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ റിപ്പോർട്ടിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അന്നിരുന്ന സർക്കാരിൻ്റെ അവിടുത്തെ ഗവൺമെൻറ് ലീഡറുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അവരത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. കേസ് ഡയറി കോടതി പരിശോധിച്ചുകൊണ്ട് കേസ് ഡയറിക്കകത്ത് ഒരു കോഗ്നിസബിൾ ഓഫൻസോ അല്ലെങ്കിൽ ഒരു മർഡറിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എഴുതി ചേർത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഹൈക്കോടതിക്ക് അതിലായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്? അതേ കേസ് ഡയറിയിലെ കണ്ടൻസ് വെച്ചിട്ട് മാത്രമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആ കേസിൻ്റെ വാദഗതികൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യമില്ല. ഇത് CBI അന്വേഷിക്കേണ്ട ഒരു കേസ്, ഒരു എവിഡൻസ് അല്ലെങ്കിൽ ശകലമെങ്കിലും അത് ഒരു മർഡറിലേക്ക് പോകുന്ന എവിഡൻസ് ആ കേസ് ഡയറിയിലില്ല. കേസ് ഡയറി കള്ളം എഴുതി വെച്ചാൽ എന്ത് ചെയ്യാൻ നോക്കും? അതുകൊണ്ട് കേസ് ഡയറി കള്ളം എഴുതിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം. അവർ റിട്ടയർ ചെയ്താലും ശരി, അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം. ഇപ്പം നമുക്കറിയാവില്ല ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചെന്ന്. അവിടെ ഷൗക്കത്ത് SP മറ്റുള്ളവരും 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗൺമാന്മാർ അത് മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് അവർ പൊതുജനങ്ങളെ അല്ലെങ്കിൽ 2-3 KSUക്കാരെ അടിച്ച് തകർക്കുന്നത് നമ്മൾ കണ്ടു. അതിനകത്തൊരു കേസും ഇല്ല. ആ CCTV ദൃശ്യവും കണ്ടിട്ട് അതിനകത്തൊരു ഒഫൻസും ഇല്ല എന്ന് എഴുതി വെച്ച മഹാന്മാരുള്ളതാണ് കേരള പോലീസിലുള്ള ചില DYSPമാരും ചില SHOമാരും. അങ്ങനെയുള്ള പോലീസിനെ അങ്ങനെയുള്ള 2 പേരാണ് അവിടെ ഇത് കളിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം തുടങ്ങേണ്ടത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബേസ് ചെയ്ത് അതേപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആരെങ്കിലും ആയിരിക്കണം ഇത് അന്വേഷിക്കേണ്ടത്. അത് CBIയിലും ഞാൻ പലപ്പോഴും പറയുന്നത് കേരള പോലീസിൻ്റെ അത്ര മികവുള്ളവരാരും CBI പോലീസിൽ ഇൻവെസ്റ്റിഗേഷനായിട്ട് ഉള്ളവരാരും ഇല്ല. കാരണം അവർക്ക് കൂടുതലും ഫോർജറി, മിസ്അപ്രോപ്രിയേഷൻ, ചീറ്റിങ് അതിനെ സംബന്ധിച്ച് അത് റെക്കോർഡ് നോക്കിയിട്ട് മാത്രമാണ് അതിൻ്റെ പ്രോഗ്രസ് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇതുപോലെ ദുരൂഹമായ കൊലക്കേസുകൾ അന്വേഷിച്ച് പരിചയം CBIക്ക് അധികമില്ല. അവർക്ക് കൂടുതലും രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, അതുപോലെ തന്നെ ചീറ്റിങ്, ഫ്രോഡ്, വലിയ തട്ടിപ്പ്, ബാങ്ക് തട്ടിപ്പ്, അതിനകത്തൊക്കെ റെക്കോർഡ് പരമായിട്ട് നോക്കി അവരുടെ മൂവ്മെൻറ്റ് ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അതേസമയത്ത് ദുരൂഹമായ കൊലക്കേസുകളൊന്നും ഇതുവരെ CBI അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ പലരും CBI വന്നാലേ സത്യം തെളിയുകയുള്ളൂ എന്ന് പറയുമ്പോഴും വാളയാർ കേസിലും സിദ്ധാർത്ഥൻ കേസിലും ഉൾപ്പെടെ അതിനു മുൻപ് പല കേസുകളിലും CBI വന്നിട്ട് തെളിയിക്കാൻ പറ്റാത്ത പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നവീൻ ബാബു കേസിൽ CBIക്ക് എന്ത് ചെയ്യാനാണ്? അല്ല, നമുക്കത് ഗ്യാരണ്ടി ഒന്നുമില്ല. അതൊരു സസ്റ്റൈൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വെറ്ററൻ DYSP അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെ വികലമായി അന്വേഷിച്ച് വെച്ചിരിക്കുന്ന കേസ് ഡയറിയിൽ നിന്ന് എവിഡൻസ് കണ്ടെത്താനും പുതിയ സാഹചര്യം മനസ്സിലാക്കാനും. അതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹം രണ്ടാമത് വന്ന് ആ മുറി കയറി എന്ന് പറയുന്നത് അവിടെ മുതൽ അതിൻ്റെ കുഴപ്പമാണ്. ഇതിനകത്ത് PP ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ അവർ ഇദ്ദേഹത്തിനെതിരായിട്ടൊരു വിജിലൻസ് കേസ് കൈക്കൂലി വാങ്ങിച്ച ആളാണെന്ന് പറഞ്ഞൊരു ഒരു പ്രസ്താവന നടത്തുകയും അങ്ങനെ ഒരാളെ കൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുപ്പിക്കുകയും ആ ഒരു കംപ്ലയിൻറ്റ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരികയും ഓഫീസിൽ നിന്ന് വിജിലൻസിലേക്ക് അന്വേഷണം ഇട്ടു എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നടത്തുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റി കോടതിയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പം ആ റെക്കോർഡ് ഹാജരാക്കാൻ വന്നാൽ ആ റെക്കോർഡിനകത്ത് വിജിലൻസ് ഡയറക്ടർ കൊടുത്ത ഡേറ്റ് ഉണ്ടാകണം, സീലുണ്ടാകണം, അവർ കൈപ്പറ്റിയ ഡേറ്റ് ഉണ്ടാകണം. ഇതുമായിട്ട് പൊരുത്തപ്പെടാതെ വന്നപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട്
അതിനകത്തൊരു വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ള ധ്വനി വന്നപ്പം അതിനു മുമ്പ് ഇത് ആ പി ദിവ്യ അവിടെ ജില്ലാ നേതാവായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആ കളക്ടറേറ്റ് ഓഫീസിലും അല്ലെങ്കിൽ അവിടുത്തെ വിജിലൻസ് ഓഫീസിലും അവിടെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട പല റെക്കോർഡുകളും മാറ്റാനുള്ള സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം അവർക്കുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു വിജിലൻസ് ഓഫീസർ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഈ ആളെ വിളിച്ച് അവിടെ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്? അയാൾക്ക് എങ്ങനെയാണ് ഒരു വിജിലൻസിൻ്റെ എൻക്വയറി നടത്തുന്ന അധികാരം? വിജിലൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺഡ് ആയ മന്ത്രി പറയാത്ത ഒരു കേസും വിജിലൻസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ DYSPക്കോ IG പോലും അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ള. വിജിലൻസ് ഡയറക്ടറോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഉത്തരവിടുന്ന കേസുകൾ മാത്രമേ വിജിലൻസിൽ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്തുകൊണ്ടാണ് ഇയാളെ വിളിച്ചു വരുത്തിയത്? അത് രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിളിച്ചു വരുത്താൻ അധികാരമില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അകത്ത് കേസ് ഡയറിയിൽ ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അയാൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അയാൾ ഇല്ലയെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയ ആൾക്കാർ അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതിനകത്ത് കാതലായ ഒരു പ്രശ്നം, അതിനകത്ത് പി ദിവ്യയ്ക്കുണ്ടായ വൈരാഗ്യം. അവിടെ ഒരു പള്ളിയിലെ അച്ഛന്മാരുടെ ഒരു 40 സെൻറ്റ് സ്ഥലം എങ്ങാണ്ട് അവർ വാടകയ്ക്കെടുക്കുകയും അവിടെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് തുടക്കത്തിൽ അവർ നീക്കം ചെയ്തപ്പോൾ അതിനുള്ള സാങ്ഷന് ഈ ADM കൊടുത്തില്ല. അവിടെയാണ് വഴക്കം. അദ്ദേഹം മാറുന്നിടം വരെ അതിന് സാങ്ഷൻ കൊടുത്തില്ല. അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം, അവിടുത്തെ സെൻറ്റ് ഓഫിൻ്റെ തലേ ദിവസം അദ്ദേഹം പോകുന്ന സമയത്ത് അതിനൊരു ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കുരുക്കാനായിട്ട്, ഇദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ശിങ്കിടികളായ 1-2 പേരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ടുണ്ട്. അതിനോട്ടൊന്നും അന്വേഷണം ഇതുവരെ അവിടുത്തെ ലോക്കൽ SHOയും അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണറും നടത്തിയിട്ടില്ല. അവർ രാഷ്ട്രീയപരമായിട്ട് ഇത് കണ്ടിരിക്കുന്നു. അതുതന്നെയല്ല, അവിടുത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ, അയാൾ ഒരു SFIക്കാരനും DYFIക്കാരനും പിന്നീട് ഡോക്ടറായി, പിന്നീട് ഫോറൻസിക് ഡോക്ടറായി വന്ന വ്യക്തിയാണ്. അയാൾക്കും പാർട്ടിയോട് വലിയ കടപ്പാടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ ആ ഫോറൻസിക് ഡയറക്ടറെ അയാൾ വലിയ തെറ്റ് ഒരെണ്ണം അതിൻ്റെ അകത്ത് ആ പോസ്റ്റ്മോർട്ടത്തിൽ കാണിച്ചിട്ട്, ഒന്ന് അതിൻ്റെ വിസറ, വയറ്റിനകത്തുള്ള കുടലും ചെറുകുടലും വൻകുടലും അത് പ്രിസർവ് ചെയ്യണം. ആ പ്രിസർവ് ചെയ്തിട്ടില്ല. അത് ഫോറൻസിക് ലാബറട്ടറിയിൽ അയാൾ അയച്ചിട്ടില്ല എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ട്. പിന്നീട് ആരുടെയെങ്കിലും പറഞ്ഞ് പിന്നീട് അയച്ചെന്ന് പറഞ്ഞാൽ അതിപ്പോൾ അംഗീകരിക്കാനും കഴിയത്തില്ല. അത് കൃത്യമായി അത് പോയിരിക്കണം. അത് പോയതായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലില്ല. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ആ മരിച്ചയാളുടെ അല്ലെങ്കിൽ ആ ADMൻ്റെ വയറിനകത്ത് ഒരു ഫുഡുമില്ല. അദ്ദേഹത്തിൻ്റെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ empty ആണ്. അദ്ദേഹത്തിന് സെമൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മലമില്ലാതെ വന്ന എന്തുകൊണ്ടാണ്? അത് ചവിട്ടിയ മലമെല്ലാം വെളിയിൽ പോയി എന്ന് തന്നെയാണ്. അതിനുശേഷം അൺകോൺഷ്യസ് ആളെ തൂക്കി എന്നാണ് ഞാൻ കരുതുന്നത്.